ദിലീപിന്റെ ഒരു പാട്ട് സീൻ പോലും ഞാൻ യൂട്യൂബിൽ അതിനുശേഷം കണ്ടിട്ടില്ല. എൻ്റെ നിലപാട് എപ്പോഴും അതിജീവിതയ്ക്കൊപ്പമാണ്. നമ്മളിവിടെ നടത്തുന്നുണ്ട്. അവൾക്കൊപ്പം തന്നെ അതുപോലെ ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കുകയും യഥാർത്ഥ കുറ്റവാളിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവർക്ക് അറിയുള്ളൂ അവരുടെ ഇടയിൽ എന്താ സംഭവിച്ചതെന്ന്. തൻ്റെ പണത്തിൻ്റെയും രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് മുകളിലേക്കുള്ള കോടതികളിൽ പോയാൽ എന്താണ് സംഭവിക്കുന്നത് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. ദിലീപ് നിയമത്തെ വിലയ്ക്ക് വാങ്ങി ഈ കേസിൽ നിന്നും രക്ഷപ്പെട്ടു. അവരെ ലൈഫ് എന്താന്നുള്ളത് നമുക്ക് മുകളിലൊരു ദൈവം എന്ന് പറയുന്നത് പുള്ളിക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാം. മെനഞ്ഞാന്ന് ബസ്സിനകത്ത് കിടന്നൊരു ഷോ, അത് വെറും പട്ടി ഷോ ആയിരുന്നു. എനിക്ക് അതിൽ പറയാനുള്ള ഇപ്പോൾ കോടതി വിധിയെ പറ്റി നമ്മളൊന്നും പറയാൻ ആളല്ല. പിന്നെ ഒരു കാര്യം, മെനഞ്ഞാന്ന് ബസ്സിനകത്ത് കിടന്നൊരു ഷോ, അത് വെറും പട്ടി ഷോ ആയിരുന്നു. അതിനെപ്പറ്റി ഇപ്പോൾ ഒരാളുടെ വ്യക്തി ജീവിതത്തെ നോക്കിയിട്ടല്ല നമ്മൾ സിനിമയെ വിലയിരുത്തേണ്ടത്. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം എന്തോ ആവട്ടെ. പക്ഷേ ഞാൻ KSRTC നടന്നത് വളരെ ദിലീപിന്റെ പ്രശ്നം പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ കോർട്ട് ഓർഡർ വന്നതിലോട് സ്റ്റാറ്റിഫൈഡ് അല്ല എന്നതാണ് ഒരു വിധം. പെട്ടെന്നാണ് എല്ലാം മാറിയത്. 28ഓളം ആൾക്കാർ മൊഴി മാറ്റി പറഞ്ഞു. അതുവരെ ഓക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഇവർ കച്ചറ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞവർ പെട്ടെന്ന് മൊഴി മാറ്റി പറഞ്ഞു. അത് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടതാണ്. കാരണം പെട്ടെന്ന് എന്തിന് അത്രയും കാലം നിൽക്കാതെ പിന്നെ എന്തിനു പതുക്കെ അവർ മാറി തുടങ്ങി. പിന്നെ ഉള്ളതെന്ന് പറയുകയാണെങ്കിൽ അതിജീവിതം തന്നെ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടിയ ജസ്റ്റിഫൈ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൾക്കത് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് കൂടിയാണ് അർത്ഥം. പിന്നെ എല്ലാവരും ഇതൊരു റൂമർ പോലുള്ളതാണ്. കോടതി വിധി കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള ആ മൊമെൻറ്റ്സും ആൾ ചെയ്ത സാധനമൊക്കെ പക്ക ഒരു സ്ക്രിപ്റ്റഡ് ഫീൽ മാതിരി. അതാണ് നമുക്ക് മുഴുവൻ ഒരാളെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ അവർക്ക് കൂടെ ആണെങ്കിലും നമ്മൾ രണ്ട് ഭാഗവും നോക്കണം. അതാണ് എൻ്റെ രീതിയിൽ. അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ എനിക്ക് അതാണ് അവിടെ, കാരണം അവർക്ക് അറിയുള്ളൂ അവരുടെ ഇടയിൽ എന്താ സംഭവിച്ചതെന്ന്. മെയിൻ പറയുന്നത് ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള ഇഷ്യൂ, അതിൻ്റെ ഇടയിൽ അത് കാവ്യം അതിനായിട്ടുള്ള ഇഷ്യൂ ഇവർ അറിഞ്ഞു. നമുക്കും അറിഞ്ഞൂടാ, നമ്മൾ ജനങ്ങളാണ്. പറയുന്നത് കുറ്റക്കാരനല്ല എന്നുള്ളതല്ല, ഇതിനെതിരെയുള്ള തെളിവൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷെ നമുക്ക് അയാൾ ചെയ്തു എന്നുള്ളത് ഉറപ്പായിട്ട് പറയാൻ പറ്റും. അപ്പോൾ മുകളിലേക്കുള്ള കോടതികളിൽ പോയാൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. നമുക്ക് കോടതിൻ്റെ ഉള്ളിൽ എന്താ നടന്നെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് വെച്ചൊരു തീരുമാനം പറയാതെ നമ്മളെന്തായാലും വിജയത്തിനൊപ്പമാണ്. കുറ്റം ചെയ്തത് ആരാണ്, ദിലീപായാലും വേറെ ആരെങ്കിലും ആയാലും ശിക്ഷ കിട്ടണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. പക്ഷേ ഈ ദിലീപിന് വെള്ളം പൂശുന്നൊരു തീരുമാനത്തിനോട് അല്ലെങ്കിൽ അഭിപ്രായത്തിനോട് കുറ്റം ചെയ്ത ആളെ കുറ്റം ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുടുംബത്തിൽ അംഗീകരിക്കാൻ സാധിക്കില്ല. എൻ്റെ നിലപാട് എപ്പോഴും അതിജീവിതയ്ക്കൊപ്പമാണ്. ഒരു പെൺകുട്ടി എറണാകുളം നഗരമധ്യത്തിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട സംഭവമാണ് ദിലീപുമായി ബന്ധപ്പെടുത്തിയത്. ഇത് ആരെങ്കിലും മനഃപൂർവ്വം കൊട്ടേഷൻ കൊടുത്ത് ചെയ്യിച്ചതല്ലാതെ വരാൻ ഒരു വഴിയുമില്ല. കാരണം ഈ പൾസർ സുനിയെ പോലുള്ള അല്ലെങ്കിൽ മാർട്ടിനെ പോലുള്ള നാലാംകിട ഗുണ്ടകൾക്ക് ഈ അതിജീവിതയോട് യാതൊരു വൈരാഗ്യവും തോന്നേണ്ട കാര്യമില്ല. ബദ്ധവൈരി ആയി കുറേ കാലങ്ങളായി ഈ അതിജീവിതയെ വേട്ടയാടാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ദിലീപ് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നത് വളരെ കൃത്യമായി എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. പക്ഷേ തൻ്റെ പണത്തിൻ്റെയും രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ദിലീപ് നിയമത്തെ വിലയ്ക്ക് വാങ്ങി ഈ കേസിൽ നിന്നും രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സർക്കാർ അതിജീവിതയ്ക്കൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ടുള്ള നിയമ പോരാട്ടങ്ങളിൽ എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് യഥാർത്ഥ കുറ്റവാളിയെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. IFFK ഞാൻ ഒത്തിരി സിനിമകളൊന്നും കണ്ടില്ല. കാരണം വെള്ളിയാഴ്ച ഒരു സിനിമ കണ്ടു, അതിനുശേഷം സിനിമ കാണാൻ വേണ്ടി പറ്റിയില്ല. കാരണം ശരി ഞാനൊക്കെ ഭയങ്കര തിരക്കായതുകൊണ്ട് സിനിമയൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ആൾക്കാരൊക്കെ പറയുന്നത് ഫെസ്റ്റിവലിൽ നല്ല സെലക്ഷൻ ഓഫ് മൂവീസ് ഉണ്ടെന്നാണ്. പിന്നെ ഒത്തിരി ഈ IFFK അത് ഞാൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടാണ്, ഒത്തിരി ആൾക്കാർ തള്ളി കയറുമ്പോൾ നമുക്ക് സിനിമകൾ കാണാനുള്ള അവസരം കുറയും. അതാണ് അതിനകത്തൊരു പ്രശ്നമുള്ളത്. ആൾക്കാർ പക്ഷേ ഡെലിഗേറ്റിൻ്റെ പാസ് അങ്ങനെ കൊടുക്കാതിരിക്കില്ലോ, ഇഷ്ടംപോലെ പാസ് കൊടുക്കും. പിന്നെ 8 മണിക്ക് തന്നെ റിസർവേഷൻ ചെയ്യുമ്പം കറക്റ്റ് നെറ്റില്ലാത്ത ആൾക്കാർക്ക് റിസർവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കുറേ നേരം ക്യൂ നിന്ന് കാണണം. അതൊക്കെ പ്രശ്നമാണ്. പിന്നെ ഇന്നലെ മിനിങ്ങാന്നൊന്നും അത്രയധികം ആൾക്കാരുണ്ടായിട്ടില്ല. ഇന്നലെ പ്രത്യേകിച്ച് ഇലക്ഷൻ റിസൾട്ട് ഡേ കൂടെ ആയതുകൊണ്ട് ഇന്ന് തൊട്ടാണ് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് വരുന്നത് IFFK.
എന്താണ് അവൾക്ക് ഒരു നീതി ലഭിച്ചോ? എന്താണ് ഒരു കാഴ്ചപ്പാട്? ഇല്ല, എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല. അത് ഫേസ്ബുക്കിൽ ആരോ പോസ്റ്റ് ഇട്ടുണ്ട്, ഒരാളെ കല്ലെടുത്തെറിയുമ്പോൾ കല്ലിന് ശിക്ഷ കിട്ടുന്ന പോലെയാണ്. ആ എറിഞ്ഞ ആൾക്ക് ശിക്ഷ കിട്ടിയിട്ടില്ല. അത് നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇപ്പം എന്താ പറയുക, ഗൂഢാലോചന എന്ന് പറയുന്ന കേസ്, ആ ഒരു വകുപ്പ് തെളിയിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു പ്രശ്നമാണത്. അത് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എൻ്റെ ഈ തെളിവൊന്നുമില്ല, പക്ഷെ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഈ കുറ്റം ചെയ്യാത്ത ഒരാൾ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി നിൽക്കില്ല. അപ്പോൾ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കുറേ, അതായത് ഫോൺ കൊണ്ടുപോയി മാറ്റുകയും ഹാക്കറെ കൊണ്ടൊക്കെ ആ ഫോണിൻ്റെ രേഖകളെല്ലാം മാറ്റി കളയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. പിന്നെ മാത്രമല്ല, ഇപ്പം കോടതിയിലിരിക്കുന്ന നടിയുടെ 8 ക്ലിപ്പുകൾ 3 പ്രാവശ്യം അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. അതാരും ആക്സസ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്നും അന്വേഷണം നടന്നിട്ടില്ല. അതിപ്പോൾ നാളെ 2 മാസം കഴിയുമ്പോൾ അത് ഇൻ്റർനെറ്റ് വരില്ലെന്ന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് അതൊക്കെ എത്രയും പ്രൊട്ടക്ട് ചെയ്യുന്നത് കോടതിയുടെ കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റ് അല്ലേ. ഫോറൻസിക്കാർ പറഞ്ഞല്ലോ അതിന് ഹാഷ് വാല്യൂ മാറിയെന്ന്. ഞാനെങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പം നടന്മാരതൊന്നും പബ്ലിക്കായിട്ട് അയാൾക്കെതിരെ പറയാതിരിക്കുന്നതും ആ ഒരു പേടി കൊണ്ടാണ്. കാരണം മലയാള സിനിമയെ കൺട്രോൾ ചെയ്യുന്നതിൽ ഒരു വൺ ഓഫ് ദ ഫാക്ടർ അയാളാണ്. അപ്പം മറ്റുള്ളവർക്ക് അവസരങ്ങൾ പോകുമെന്നും അത്രയൊക്കെയുള്ള ഭയങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നല്ലതൊക്കെ സംഭവമായിരുന്നു. പക്ഷേ സർക്കാരിനോട് എനിക്ക് അതിനകത്ത് ഭയങ്കരമായിട്ടുള്ള എതിർപ്പുണ്ട്. കാരണം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ മുഴുവൻ വേഷം പുറത്തു വന്നിട്ടില്ല. അത് ആൾക്കാരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ദിലീപിനെ പോലെ ഇവിടെ പലരും കൂടുന്നു. അതിലെല്ലാവർക്കും പേടിയുണ്ട്. കാരണം സിനിമാ മേഖല എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു എന്താ പറയുക, കുറേ വൃത്തികേടുകൾ, കുറേ അശ്ലീലങ്ങളൊക്കെ ഉള്ളൊരു മേഖലയാണ്. അതെല്ലാവർക്കും പേടിയുണ്ടാവും, കുറേ ആൾക്കാർക്ക് പേടിയുണ്ടാവും. അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതുപോലെ മൊത്തമായിട്ട് അതിൻ്റെ പേരൊന്നും വെച്ച് പുറത്ത് വരാത്തത്. അത് സർക്കാർ അത് പുറത്തു വിടില്ല എന്ന് പറയുന്നത് ഏറ്റവും ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക, അങ്ങനെ ഇടതുപക്ഷ സർക്കാർ അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ BJP ഒക്കെ ഭരിക്കുന്ന ആൾക്കാർ അവർ പുറത്തുവിട്ടില്ലല്ലോ, ഓക്കെ. പക്ഷേ ഇടതുപക്ഷം അവൾക്കൊപ്പം അതിജീവിതയ്ക്കൊപ്പം സ്ത്രീകൾക്കൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടുമ്പം അത് മൂടിക്കെട്ടി പൊതിഞ്ഞ് പുറത്തു വിടുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അവൾക്കൊപ്പം തന്നെ എന്നുള്ള ക്യാമ്പയിനൊക്കെ നമ്മളിവിടെ നടത്തുന്നുണ്ട്. അവൾക്കൊപ്പം തന്നെ അതുപോലെ ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കുകയും ദിലീപിന്റെ ഒരു പാട്ട് സീൻ പോലും ഞാൻ യൂട്യൂബിൽ അതിനുശേഷം കണ്ടിട്ടില്ല. ഇല്ല കാണില്ല, ഞങ്ങൾ കാണില്ല. ഞങ്ങൾ കുറച്ച് ആൾക്കാർ കാണില്ല. ബാക്കി ആൾക്കാർ കാണുന്നോ ഇല്ലയെന്നൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷെ നമ്മൾ കുറച്ച് ആൾക്കാർ എന്തായാലും കാണില്ല. നമ്മൾ ഈ ഇടയ്ക്ക് നമ്മളെല്ലാ സിനിമയും ഏകദേശം കാണാറുള്ളതാണ്. പ്രിൻസ് ആൻഡ് ഫാമിലി അങ്ങനെ ഒരു സിനിമയും കാണില്ല. ദിലീപിന്റെ സിനിമകൾ ഒന്നും കാണില്ല. IFFKയിലല്ല, ഈ അവൾക്കൊപ്പം ക്യാമ്പയിൻ തുടങ്ങിയിട്ട് 8 വർഷമായി. ആ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ ഒരു ഷോക്കിൽ ഉണ്ടായ ഒരു ക്യാമ്പയിനാണിത്. അപ്പം IFFKയിൽ ആ സമയത്തും നമ്മൾ അവൾക്കൊപ്പം കൊണ്ട് ചെയ്തിട്ടുണ്ടായി. ഇത് ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. കാരണം കഴിഞ്ഞ ഒരു 8 വർഷത്തെ ഒരു സമയത്തിൽ കേരളത്തിൻ്റെ ഒരു വളർച്ച, സ്ത്രീകളോടുള്ള ആറ്റിറ്റ്യൂഡ്, അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത്രയും എത്ര എഫക്റ്റീവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അടക്കം ഇപ്പോൾ മലയാള സിനിമ നോക്കിയാൽ അറിയാം, ദിലീപിൻ്റെ സിനിമ ആരും കാണുന്നില്ല. മലയാള സിനിമയിലുണ്ടായിരുന്ന ഈ ഓൾഡ് ടൈം മുകേഷ്, സിദ്ദിഖ് പോലുള്ള ആക്ടേഴ്സ് ഒന്നും ഒരു സിനിമയിലും കാണാനില്ല. മൊത്തം ഒരു ന്യൂ ജനറേഷൻ ആൾക്കാരാണ് ഇപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് എ വെരി സക്സസ്ഫുൾ ക്യാമ്പയിൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ കോടതി വിധി പോലും ഭയങ്കര രസമുണ്ട് ആക്ച്വലി. എങ്ങനെ ആസ് എ ഫെമിനിസ്റ്റ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, ഇതിനു മുന്നേ സെക്ഷൽ ഹറാസ്മെൻറ്റ് ക്യാമ്പയിൻസ് വന്ന സമയത്ത്, കേസസ് വന്ന സമയത്ത്, ഐസ്ക്രീം പാർലർ ആയിക്കോട്ടെ, സൂര്യനെല്ലി ആയിക്കോട്ടെ, ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കേസ് ആയിക്കോട്ടെ, ഇതിലൊക്കെ അവർക്ക് ഈ ഒരു കൃത്യമേ നടന്നിട്ടില്ല, അങ്ങനെ ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ് ഇൻസിഡൻറ്റേ നടന്നിട്ടില്ലെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങനെ അവർക്ക് പറയാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പറയാൻ പറ്റാതിരുന്നത് ഇവിടുത്തെ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെയും ഈ അവൾക്കൊപ്പം എന്ന് പറയുന്ന അതിനകത്ത് സ്ത്രീകളും ക്യൂറായിട്ടുള്ള ആൾക്കാരും ആണുങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ വിജയം തന്നെയാണ്. അങ്ങനെ കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്യാൻ പറ്റാത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി മാത്രമല്ല, ഇനി ഹയർ കോടതികളിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദിലീപ് ശിക്ഷിക്കപ്പെടും. അപ്പോൾ ദിലീപിനെതിരെ സാക്ഷികളില്ല അല്ലെങ്കിൽ ഒന്നുമില്ല കോടതി ദിലീപിനെ മാപ്പ് സാക്ഷി വെറുതെ വിട്ടു. അപ്പോൾ അതെന്താ പറയുക, ദിലീപിന് അങ്ങനെ ഒരു കോടതിയുടെ ഒരു നടപടി? കാരണം ബാക്കിയുള്ളവർക്ക് 20 വർഷം ശിക്ഷ കൊടുത്തു, ഗൂഢാലോചന നടത്തി എന്നുള്ള ഒരു കാരണത്തിലെ ദിലീപിനെ പ്രതിയാക്കി. പക്ഷേ ദിലീപിന് അതിനെ മതിയായ സാക്ഷിയുടെ കാര്യങ്ങളൊക്കെ ആ പ്രോസിക്യൂഷനും പറ്റാത്തത് കൊണ്ട് ദിലീപിനെ ഇപ്പം മാപ്പ് സാക്ഷിയെ കോടതി വെറുതെ വിട്ടു.
അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കാരണം നിങ്ങൾ അതെന്തായാലും കോടതിയിൽ എപ്പോഴും നിങ്ങളുടെ സൈഡ് എപ്പോഴും വിജയിച്ചില്ലെന്നാണ് പറയുന്നത്. അതായത് കോടതിയിൽ നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യം, മിനി എന്ന് പറയുന്ന വക്കീല് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂഷനെ സംസാരിക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിലാണ് കോടതി. അത് ഇവന്റെ പറഞ്ഞാൽ ദിലീപ് എന്നുള്ള ഒരാളുടെ പൈസയുടെ പവർ കൊണ്ടായിരിക്കും. അതെ, പൈസയുടെ പവർ കൊണ്ടായിരിക്കും ഉറപ്പായിട്ടും അതെ. പൈസയുടെ പവർ, പിന്നെ അയാൾക്കുള്ള കൾച്ചറൽ പവറൊക്കെയാണ് അയാൾ ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ എന്താ പറയുക, 100% ഇതൊരു പേഴ്സണൽ റിവെഞ്ച് ആയിരുന്നു. അത് അങ്ങനെയല്ല, ഇതെന്താണ് ഇൻസിഡൻ്റ് എന്നുള്ളത് മലയാളികൾക്കൊക്കെ തന്നെ അറിയാമെന്നുള്ളതാണ്. ഇത് ഇനി ദിലീപ് എന്തൊക്കെ പടം കൊണ്ടുവന്നാലും മലയാളികൾ ഇത് ആക്സെപ്റ്റ് ചെയ്യാനും പോകുന്നില്ല.